ദൈവത്തിന്റെ വചനത്തിലേക്ക് വേഗത്തിൽ പോകാം. ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി ഒന്ന് വീശി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം വളരെ വേഗത്തിൽ. ഓൺലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം നിങ്ങളോടും കർത്താവ് ഇടപെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 54-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 54 ഒന്ന് ഡിസ്പ്ലേ ചെയ്യും. അന്നേരത്തേന് ഇന്ന് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന്. സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നവർ, ആമേൻ. ഇത്രയും പേര് ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് അവർ പെന്തക്കോസിൽ ചേർന്നില്ല, അവർ പള്ളി ചേർന്നില്ല, അവര് വേറെ ഒന്നിലോട്ടും അല്ല ചേർന്നത്. ഇത്രയും പേർ ഇന്ന് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ പാസ്റ്ററിന്റെ ഹെൽപ്പൊന്നും ആവശ്യമില്ല. ആന്റി എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ട. ഇന്ന് മുതൽ നേരിട്ട് അപ്പനോട് നിങ്ങളുടെ കാര്യം പറയാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഇന്നു മുതൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ ഇന്ന് കർത്താവിന്റെ പുത്രത്വം എന്ന അധികാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ദൈവം നിങ്ങളെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കട്ടെ. നിങ്ങളെ കർത്താവ് അനേകരെ രക്ഷിക്കാനായി ഉപയോഗിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിത് ഡിക്ലെയർ ചെയ്യുന്നു. ഈ നിൽക്കുന്ന ഇന്ന് സ്നാനപ്പെട്ടവരെ നിങ്ങൾ നോട്ട് ചെയ്തോണം. ഈ പ്രിയപ്പെട്ടവരെ ദൈവം ദൈവനാമത്തിന് മഹത്വത്തിനായി ശക്തിയോടെ കരങ്ങളിൽ എടുക്കുന്നത് വരുന്ന കാലങ്ങളിൽ ദൈവസഭ കാണാൻ പോകുകയാണ്. എനിക്കറിയത്തില്ല, ഇന്നത്തെ സ്നാനത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് അസാധാരണമായ കൃപകളെ ഈ പ്രിയമുള്ളവരുടെ മേൽ കർത്താവ് പകരാൻ പോകുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവരെ ശക്തിയോടെ നിർത്താൻ പോകുന്നു. ഇനിയുള്ള സ്നാനങ്ങൾ ഒന്നിനൊന്നും മെച്ചമായും ശ്രേഷ്ഠമായും മഹത്വപൂർണമായതുമായിരിക്കും. അതുകൊണ്ട് ഈ ആണ്ടിൽ സ്നാനപ്പെടാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് സ്നാനത്തിനായി റെഡിയാകണം. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച സ്നാന ശുശ്രൂഷ നടത്താൻ സഭ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്ലീസ് ബി സീറ്റഡ്. കർത്താവിന്റെ വേലയിൽ കർത്താവിനെ ഉപയോഗിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. കർത്താവിന്റെ വചനം 54-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 54, 54-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചു. എല്ലാവരോട് ചേർന്നൊന്ന് വായിച്ചു. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്തു ഘോഷിക്കുക. ഏകാകിനിയുടെ മകൾ ഭർത്താവുള്ളവളുടെ മകളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലങ്ങളെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർത്തട്ടെ. തടുത്ത് കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. അടുത്ത വാക്യം. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈധവ്യത്തിലെ നിന്ന് ഇനി ഓർക്കുകയുമില്ല. 2-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനം ഞാൻ ഷെയർ ചെയ്യാൻ, ഇന്നിപ്പോ ഇത് എല്ലാം വിശദീകരിക്കാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഈ വാക്യം വായിച്ച കഴിഞ്ഞ ദിവസം ഈ വാക്യം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എന്നോട് ഇടപെട്ടു. ഈ വാക്യത്തിൽ എന്തെഴുതിയോ അത് അച്ചട്ടായി ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണ്. അതിന് ഷാജി പാസ്റ്റർ സഹായം ദൈവത്തിന് വേണ്ട, ഒരു ശുശ്രൂഷകരുടെയും സഹായം ദൈവത്തിന് വേണ്ട. വളരെ ലളിതമായി ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്ന പോലെ നാം ഈ വർഷത്തിൽ നമ്മുടെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കാൻ പോകുകയാണ്. നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ നിവർക്കുന്ന സമയം വരുന്നു. നീ തെക്കോട്ടും വടക്കോട്ടും പരക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ, യേശുവിന്റെ നാമത്തിൽ ഈ ആണ്ടിന്റെ ദൂത് ഞാൻ സഭയ്ക്ക് കൈമാറുന്നു. ഒരിക്കൽ കൂടെ, this year will be the year of increase. ഈ വർഷം വർധനവിന്റെ വർഷമായിരിക്കും.
ഈ വർഷം വർധനവിന്റെ വർഷമായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ 3 വിശ്വാസികളെ ഉണ്ടെങ്കിൽ എങ്കിൽ ദൈവം അതിനെ 6 ആക്കി മാറ്റും. നിങ്ങളുടെ വീട്ടിൽ 7 പേരാണെങ്കിൽ ദൈവം അതിനെ 15 ആക്കി മാറ്റും. വിശ്വസിക്കുന്നവർ കരമടിച്ച് വായു തുറന്ന് ആത്മാവിൽ വിളിച്ചു പറഞ്ഞേ, എന്റെ വീട്ടിൽ വർധനമുണ്ടാകാൻ പോകുകയാണ്. അത് ആദ്യം ആത്മീയ മേഖലകളിൽ ഉണ്ടാകും, പിന്നെ അത് ഭൗതിക, ശാരീരിക, മാനസിക, ജോലി മണ്ഡലങ്ങളിലെല്ലാം ആ വർധനമുണ്ടാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ വീണ്ടും വായു തുറന്ന് വിളിച്ചു പറ, ഈ ആണ്ടിൽ ഞങ്ങൾ വർദ്ധിക്കാൻ പോകുകയാണ്. സഭ വർദ്ധിക്കാൻ പോകുകയാണ്. ജനം വർദ്ധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ എന്തുമാത്രം കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നത്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ നമുക്ക് ഭയങ്കര കാരണമുണ്ട്. നമ്മെ പോലെ കഴിഞ്ഞ കൊല്ലം ആരംഭിച്ച 1000കണക്കിന് ആൾക്കാര് ഈ പുതുവർഷം കാണാതെ ലോകത്തിൽ മാറ്റപ്പെട്ടപ്പോൾ സ്വർഗസ്ഥനായ ദൈവം കരുണ ചെയ്ത് ഈ ആണ്ട് കാണാൻ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ. ദൈവം നമുക്ക് നല്ലവനായിരുന്നു. ഒന്ന് ചങ്കലോട്ട് കൈവച്ചോണ്ട് പറഞ്ഞേ, എന്റെ ദൈവം എനിക്ക് നല്ലവനായിരുന്നു. ഹല്ലേലൂയ. ഒറ്റപ്പെടലിന്റെ നടുവിൽ അവൻ നമുക്ക് അഭയസ്ഥാനമായിരുന്നു. രോഗത്തിന്റെ നടുവിൽ അവൻ നമുക്ക് സൗഖ്യദായകനായിരുന്നു. ഏകാന്തതയുടെ നടുവിൽ അവൻ നമുക്ക് കൂട്ടായിരുന്നു. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ നടുവിൽ അവൻ നമുക്ക് വെളിച്ചമായിരുന്നു. അവൻ നമുക്ക് എല്ലാമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് 107 സങ്കീർത്തനത്തിൽ വചനം പറയുന്ന, അവന്റെ വിമുക്തന്മാർ ഇങ്ങനെ പറയട്ടെ. എടുക്കണ്ട, അതിലേക്ക് നോക്കണ്ട. അവന്റെ വിമുക്തന്മാർ ഇങ്ങനെ പറയട്ടെ. എന്താ വിമുക്തന്മാരെന്ന് പറഞ്ഞാൽ അർത്ഥം? വിമുക്തന്മാരെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വിമുക്തന്മാരെന്ന് പറഞ്ഞാൽ വിടുവിക്കപ്പെട്ടവർ. എന്തിൽ നിന്ന്? രോഗത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ. വൈരിയുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ. ക്ലേശത്തിന്റെ നടുവിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ. എങ്ങനെ? അവർ ചിന്തിക്കട്ടെ എന്നല്ല, അവന്റെ വിമുക്തന്മാർ അവൻ ചെയ്ത ഉപകാരങ്ങളെ ചിന്തിക്കട്ടെന്നല്ല, അവന്റെ വിമുക്തന്മാർ അത് പറയട്ടെ. ഇന്ന് പകൽ സഭാമധ്യത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ പറഞ്ഞു സ്തോത്രം ചെയ്യാൻ ഇതിനകത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവർ മാത്രം ആ കരമടിച്ച് ശബ്ദമുയർത്തി പറ, വൈരികളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ക്ലേശത്തിന്റെ നടുവിൽ താങ്ങിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ജീവനോടെ ശേഷിപ്പിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മരണ വൈരിയിൽ നിന്ന് വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അപകട വൈരികളിൽ നിന്ന് രക്ഷിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽ ദയയും വിശ്വസ്തതയും നിമിത്തം ജീവനോടെ ശേഷിപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ആണ്ടിനെ പറ്റി കർത്താവ് നമ്മോട് പറഞ്ഞത്, ഈ ആണ്ട് വർധനവിന്റെ വർഷമായിരിക്കുമെന്ന്. കൂടെ അത് പറയണം. ഞാനാണെങ്കിൽ ഒരു ദിവസം ഇപ്പൊ ചുരുങ്ങിയത് കുറെ പ്രാവശ്യം അത് തന്നെ ആവർത്തിച്ച് പറയും, ഈ ആണ്ടിൽ ദൈവം ഞങ്ങളെ വർധനവിലേക്ക് നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയിറക്കുന്ന കൈപൊക്കെ. ഇന്നലെ രാത്രി അരമണിക്കൂർ ഉറങ്ങിയെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, ഉറക്കം വന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കത്തില്ല. ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സാത്താൻ ഏതെങ്കിലും തരത്തിൽ നിന്നെ ഉറക്കത്തെ കെടുത്തിയാൽ അത് നന്മയ്ക്കാക്കി മാറ്റണം. ആത്മാവിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരു രാത്രി ഉറങ്ങിയില്ലെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാനില്ല. ആത്മാവിന്റെ കരുത്ത് ദൈവം നിനക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, അസാധാരണമായ ചില വളർച്ചയ്ക്കായി കുടുംബങ്ങൾ തയ്യാറായിക്കോ. യേശുവിന്റെ നാമത്തിൽ ചില നല്ല വാർത്തകൾ കേൾക്കാൻ കുടുംബങ്ങൾ റെഡിയായിക്കോ. ചില ദൈവപ്രവർത്തിയുടെ വാർത്ത
വാർത്തകൾ കേൾക്കാൻ കുടുംബങ്ങൾ തയ്യാറായിക്കോ. ദൈവം ചില പുതിയ കാര്യങ്ങള് കുടുംബങ്ങൾക്കകത്ത് ചെയ്യുന്നു. അവൻ നിന്നെ സമസ്ത മേഖലകളിലും വർദ്ധിപ്പിക്കുന്ന ഒരാണ്ടായി ദൈവം ഈ വർഷത്തെ തീർക്കാൻ പോകുന്നു. വേദപുസ്തകത്തിലെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്, നമ്മുടെ ദൈവം വർധനവിന്റെ ദൈവമാണ്. അടുത്തിരിക്കുന്ന കൈ ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞേ, നമ്മുടെ ദൈവം വർധനവിന്റെ ദൈവമാണ്. ദൈവം ആരംഭിച്ച സകലത്തിന്റെയും പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് കൊണ്ട് അതിനൊന്നും കീപ്പോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവം ആരംഭിച്ചതെല്ലാം മോളിലോട്ട് പൊക്കോണ്ടിരിക്കും. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക്, ശുശ്രൂഷയിൽ നിന്ന് അധികം ശുശ്രൂഷയിലേക്ക്, കൃപാവരങ്ങളിൽ നിന്ന് അധികം കൃപാവരങ്ങളിലേക്ക്, സന്തോഷത്തിൽ നിന്ന് അധികം സന്തോഷത്തിലേക്ക്, ആത്മാവിന്റെ നിറവിൽ നിന്ന് അധികം നിറവിലേക്ക്. കാരണം ദൈവം ആമേൻ അനുഗ്രഹിക്കുന്ന സകലത്തിനെയും ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം ദൈവം ആദമിനെ സൃഷ്ടിച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചിട്ട് ദൈവം ആദ്യം ആദമിനോട് പറയുന്ന ഒരു കാര്യം, മോൻ വിഷമിക്കണ്ട, ഒരു പുണ്ടാട്ടിയെ തരാന്നല്ല. ആദ്യം അവനോട് പറഞ്ഞത്, ഞാൻ നിന്നോട് പറയുന്നു, നീ ഭൂമിയിൽ പെരുകുക. ആമേൻ. സ്വതന്ത്രം പറയുന്നില്ല. ഹല്ലേലൂയ. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ദമ്പതിമാരോട് ദൈവം അരുളി ചെയ്തത്, നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി ഭൂമിയിൽ നിറയുക. ഹല്ലേലൂയ. വാഴാനുള്ള അധികാരം ദൈവം ആദമിന് കൊടുത്തെങ്കിൽ അതേ അധികാരത്തിലേക്ക് ഒരു മടക്കയാത്രയാണ് കാൽവരി ക്രൂശിലെ മരണത്തിന് ശേഷം ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് അരുളപ്പാട് ജനത്തോട് വിളിച്ചു പറയുന്നു, ദൈവം ഈ ആണ്ടിൽ നമ്മെ സമൃദ്ധമായി വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ആ കരങ്ങളെ അടിച്ച് ആത്മാവിൽ 1-2 മിനിറ്റുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറ, വർദ്ധിക്കാത്ത സകല മേഖലകളിലും ഞാൻ വർദ്ധിക്കാൻ പോകുകയാണ്. വർദ്ധിക്കാത്ത സകല മണ്ഡലങ്ങളിലും ഞാൻ വർദ്ധിക്കാൻ പോകുകയാണ്. വർദ്ധിക്കാത്ത എല്ലാ മേഖലകളിലും ദൈവം എന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. നാം കർത്താവിന്റെ നിത്യജീവൻ അനുഭവിച്ചവനാണെങ്കിൽ നിനക്ക് വർദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നിത്യജീവൻ അകത്തുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഈ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് വർദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഈ കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെ ഉണ്ടായിട്ടും നിങ്ങളുടെ ഉള്ള അസ്വസ്ഥമായിരുന്നെങ്കിൽ, എന്തൊക്കെയോ ഒരസ്വസ്ഥത, സംഗതിയെല്ലാം സ്മൂത്തായിട്ടൊക്കെ പോകും, പക്ഷെ എന്നാലും ഒരസ്വസ്ഥത അകത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് മാത്രമായി ഞാൻ പ്രവചിക്കാം, അതിന്റെ ഒന്നാമത്തെ അർത്ഥം നിങ്ങൾ വർധനവിന്റെ വക്കി നിൽക്കുക എന്നർത്ഥം. അടുത്ത സ്റ്റെപ്പ്, അടുത്ത കാലെടുത്ത് വെക്കുന്നത് യേശുവിന്റെ നാമത്തിൽ നീ പ്രതീക്ഷിക്കാത്ത ഒരു വർധനവിലേക്കാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇരിമ്യാ പ്രവചനം 29-11 വാക്യം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരേണ്ടതിന് അവന് നിങ്ങളെ പറ്റിയുള്ള നിരൂപണങ്ങൾ ഇന്നത് എന്ന് അവൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ. ഇന്ന് പകല കരമുയർത്തിപ്പറ, ആരൊക്കെ ശപിച്ചാലും, ആരൊക്കെ എതിര് നിന്നാലും, ആരൊക്കെ തടസ്സമുന്നയിച്ചാലും, ആരൊക്കെ പോരാട്ടം അഴിച്ചുവിട്ടാലും, ആരൊക്കെ ഏത് എതിർപ്പ് പ്രകടിപ്പിച്ചാലും, എന്റെ ദൈവത്തിന് എന്നെ പറ്റിയുള്ളത് തിന്മയ്ക്കുള്ള നിരൂപണങ്ങളല്ല, അത് നന്മയ്ക്കായിട്ടുള്ളതാണ്. ആകയാൽ യേശുവിൻ നാമത്തിൽ അവന്റെ പദ്ധതി നിറവേറും. ഞാൻ വർധനവിലേക്ക് പോകും. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ ഒന്നുകൂടെ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം നമ്മെ വർദ്ധിക്കാനായി വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വർധനവിനായി വിളിച്ചിരിക്കുക, വർധനവിനായി വിളിച്ചിരിക്കുക. ഈ വർധനവെന്ന് കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്ന ഏതാണെന്നറിയോ? എന്തുവായിരിക്കും? പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പണമാ, സാമുൽ സാറ് പറഞ്ഞു. വർധനവ് വർധനവ് നമ്മൾ കേൾക്കുമ്പോൾ
നമ്മുടെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മണ്ണുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ആദ്യം നമ്മുടെ അകത്തോടി വരുന്ന ചിന്ത നമ്മൾ പണം കൊണ്ട് വർദ്ധിക്കാൻ പോവാ. എന്നാ നിങ്ങൾ കേട്ടോ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. ഓരോ കുടുംബങ്ങളിലും സംഭവിക്കും, ഓരോ കുടുംബങ്ങളിലും സംഭവിക്കും. പക്ഷേ നിങ്ങൾ ആരും അതിന്റെ പുറകെ ഈ ആണ്ടിൽ ഓടണ്ട. നിങ്ങൾ അവന്റെ പുറകെ ഓടിക്കോ. വർധനവ് വരുമ്പോൾ ആദ്യം ദൈവം തന്നെ ആത്മീയത്തിൽ വർദ്ധിപ്പിക്കും. അതിനുശേഷം അവന്റെ നന്മകളാൽ അവൻ നിങ്ങളെ അലങ്കരിക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളോട് പ്രവചിക്കുന്നു. നിങ്ങളുടെ ആത്മീയ സ്ഥിതി മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ആത്മീയ സ്ഥിതി മാറാൻ പോകുകയാണ്. വീടിനകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കാൻ പോകുകയാണ്. വീടിനകത്ത് ആരാധന വെളിപ്പെടാൻ പോകുകയാണ്. ഓ കം ഓൺ, യേശുവിന്റെ നാമത്തിൽ വീടുകൾക്കകത്ത് ഇതുവരെ നടക്കാത്ത പോലെ ആരാധനകൾ വെളിപ്പെടാൻ പോകുകയാണ്. ഓ ലകാരാമാസിയതന ആമേൻ. ആരോനെ ദൈവാത്മാവിനോട് പറയുന്നു, ദൈവം നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. ഈ ആണ്ടിൽ ആ കുടുംബത്തിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം ഇവനെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിനകത്ത് ചില നടക്കുമെന്ന് ആത്മാവിനോട് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനു വേണ്ടിയുള്ളൊരു കൃപ അവന്റെ മേൽ വ്യാപരിക്കട്ടെ. എനിക്ക് ആത്മാവിൽ വളരണം, എനിക്ക് ആത്മാവിൽ വർധനവ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ആരാധിച്ചോണ്ട് പറ, എനിക്കത് കിട്ടിയേ പറ്റൂ. കൃപാവരത്തിൽ വളരണം, അഭിഷേകത്തിൽ വളരണം, ജീവനിൽ വളരണം, ആത്മാവിൽ വളരണം, ആത്മാവിൽ നടക്കണം, ആത്മാവിൽ ജീവിക്കണം. എനിക്ക് വർധനവ് വേണമപ്പോ. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഈ ആണ്ട് അവസാനിച്ച് പുതുവർഷം ആരംഭിച്ചപ്പോൾ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം, എൻ്റെ മക്കളെല്ലാം കൂടെ ഇന്നലെ ഇവിടെ വന്നിരുന്ന് വട്ടത്തിലിരുന്ന് ആത്മാവിൽ ആരാധിച്ച് ദർശനങ്ങളെ കണ്ടു. സ്വോത്രം പറ. ആത്മാവിൽ എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരുന്ന് ആമേൻ അന്യഭാഷകൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിനൊരു ഭയങ്കര സന്തോഷം. ആത്മാവിൽ ഈ തലമുറ കയറി വന്നാൽ ബാക്കി സകലതും ഇവിടെ നടക്കും. ബാക്കി എല്ലാ കെട്ടുകളും ഇവിടെ പൊട്ടും. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങളിലും ആത്മാവിന്റെ ഒരു വർധനമുണ്ടാകട്ടെ, ആത്മാവിന്റെ ഒരു വർധനമുണ്ടാകട്ടെ. അത് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കരമടിച്ച് വായ തുറന്ന് അധികാരമുള്ള യേശുവിൻ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ആ വർധനവ് ആദ്യം ആത്മതലങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 92:10 വചനം ഇങ്ങനെ പറയുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും. പന കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് നിങ്ങൾ വേണ്ട ഞാൻ മറ്റേതിലോട്ട് വന്നോളാം, സോറി. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. സ്വോത്രം. ഒരു പന എവിടെയാലും മൂട് പിടിച്ചാണ്ടല്ലോ, ഒരുത്തരും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ആരും അതിനെ കളച്ച് വളവിടണ്ട, അത് താനെ അവിടുന്ന് അങ്ങ് വളരാൻ തുടങ്ങും. ഏതെങ്കിലും പനയ്ക്ക് ആരെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒന്നും വേണ്ട. അതിന്റെ പ്രത്യേകത ദൈവം അതിനെ സൃഷ്ടിച്ചത് അങ്ങനെ. ആരും കയറിയതില്ലേലും അത് ഭയങ്കരമായിട്ട് വളരും. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു പാസ്റ്റർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും, ഒരു വീട്ടുകാരൻ രക്ഷയിലേക്ക് വന്നില്ലേലും, നീ ഒരു കുടുംബത്തിലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആളാണെങ്കിലും, ഈ പകൽ എനിക്ക് നിന്നോട് പറയാൻ ഒരു ദൂതുണ്ട്. ആരും ഹെൽപ്പ് ചെയ്യാതെ ദൈവം നിന്റെ കുടുംബത്തെ വർധനവിലേക്ക് നടത്താൻ പോകുകയാണ്. നീ തഴച്ചു വളരുന്ന ഒരു വർഷമായിരിക്കും ഇത്. അത് ആത്മാവിൽ തന്നെ സംഭവിക്കട്ടെ, അത് ആത്മീയ മേഖലയിൽ സംഭവിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും ഇന്ന് പകൽ ഈ വചനം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വർധനവ് സംഭവിക്കട്ടെ. ഓ ലംബര മഖസാന ഗജാരഗബാന അർഗുഡാ ജഗസെൻഡര മൗഡിയ ലംശസ്മനാദരംബല ഗജോരിയ സാൻഡേരി ഗന്ദലന മൗഷസിയന്ധന ലംബസ്തന ജഗശ സെൻഡനേദിരിയ അടാ ജഗസിയന്ധരേ. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവവചനത്തിൽ ദൈവം എവിടെയൊക്കെ
ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ടോ? ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് എഴുതിയിട്ടുള്ള എല്ലായിടത്തും അതിനോട് ചേർന്നൊരു പദവും കൂടെ ഉണ്ട്. ദൈവം അവരെ അനുഗ്രഹിച്ചു, ദൈവം അവരെ വർദ്ധിപ്പിച്ചു. ചിലർ കേൾക്കുന്നില്ല. ഈ അനുഗ്രഹത്തെ വർധനവിനെ രണ്ടാക്കി പിരിച്ചു നിർത്താൻ ആർക്കും പറ്റത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നീ നിശ്ചയമായും വർദ്ധിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയെയും ദൈവം ഈ ആണ്ടിൽ അനുഗ്രഹിക്കും. ദൈവം ഈ ആണ്ടിൽ ഇതിനെ വർദ്ധിപ്പിക്കും. ഈ വചനം കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ശക്തമായി ഈ ആണ്ടിൽ പ്രാർത്ഥിക്ക്. കർത്താവ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആൾക്കാരെ കൊണ്ട് സഭയ്ക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. വർധനവില്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ദൈവാത്മാവിന്റെ ഒരു ദൂത് വിളിച്ചു പറയാം. കർത്താവ് നമ്മളെ, കുടുംബങ്ങളെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോ എന്തോ പറഞ്ഞേ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഞാൻ ഒരു വലിയ ജാതിയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞേ, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ അനുഗ്രഹിച്ച്, ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. വർധനം ആഗ്രഹിക്കുന്ന ദൈവമക്കളോട് മാത്രം ഒരു ദൂത് പറയാം. വിടേണ്ടതിനെ നീ വിട്ടാ മാത്രമേ വർധനം ഉണ്ടാകത്തുള്ളൂ. വിട്ട് പുറപ്പെടണമെന്ന് പറഞ്ഞാൽ വിടേണ്ട എല്ലാത്തിനും അങ്ങ് വിട്ടേക്കണം. അത് സ്വഭാവത്തിൽ വിടേണ്ടതിനെ വിടണം, അല്ലാതുള്ളതിനെ വിടേണ്ടതിനെല്ലാം വിടണം. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം. ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങളെല്ലാം വിടണം. പഴയ സിനിമയോടൊക്കെ ബൈ ബൈ പറയണം. ഹല്ലേലൂയ. അതും ഇതൂടെ ഒരുമിച്ച് പോത്തില്ല. ഇത് പരിശുദ്ധവും പവിത്രവുമായ വർധനമാണ്. എങ്ങനെയും ഉള്ളവർക്കല്ല ദൈവം വർധനം കൊടുക്കുന്നത്. വിട്ട് അവന്റെ പിന്നാലെ പോകുന്നവർക്കാണ് വർധനവ്. ഇന്ന് പകലത് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവർ മാത്രം കരം വീശി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ, യേശുവേ, വിടേണ്ട മേഖലകളെല്ലാം വിടാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എനിക്കൊരു വർധനവ് ആവശ്യമാണ്. ഓ ജോഗോമോനോ റോഗോ സേ നാഥല മഹസിയാതല രാശസന്ദര മനാശിയാതര. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് റോഷൻ എന്ന ഒരു ബോയ്ക്ക് വേണ്ടി കർത്താവിനെ കൈച്ചരിക്കുന്നു. റോഷൻ എന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ, വിടേണ്ടതിനെ വിട്ട് കർത്താവിന് പുറകെ ചെല്ലുമ്പോഴാണ് വർധനവ്. ഈ ഇല്ലായ്മ അനുഭവിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചിലർ കയ്യിൽ ഇഷ്ടംപോലെ കാശൊക്കെ വരുന്നുണ്ട്, പക്ഷേ നന്മ വരുന്നുണ്ട്, അനുഗ്രഹം വരുന്നുണ്ട്, പക്ഷേ ഓട്ടസഞ്ചി പോലെ. അതിന്റെ കാര്യം എന്നാണെന്നറിയോ? നന്മയെ ചോർത്തിക്കളയുന്ന ഏതൊക്കെ പോരുകളുണ്ട്, സ്വത്രം പറയുന്നില്ല, അതെല്ലാം ഈ ദിവസങ്ങൾ അടയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും അതെല്ലാം ഈ ദിവസങ്ങളിൽ കർത്താവ് അടച്ചു കളയാൻ പോകുകയാണ്. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ ചില പുതിയ മേഖലകളിലേക്ക് ചിലര് ചുവട് വെക്കുന്ന മാസങ്ങളാണ് ഈ 3 മാസങ്ങളെന്ന് കർത്താവ് ചിലരോട് പറയുന്നു. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ ചിലർ പ്രാർത്ഥിക്കാൻ റെഡി ആയിക്കോ. വാഗ്ദത്തങ്ങളുടെ ഡോറുകൾ ഓപ്പൺ ആകുകയാണ്. നീ അടുത്ത ആണ്ടിന്റെ അവസാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. 90 ദിവസം എണ്ണി പ്രാർത്ഥിച്ചോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചിലരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്ന സമയമായിരിക്കും.
Oh, la maragamana dalla bagadribini a coni me am solo baudia argasil maranaga chasmana dara baraba agasil brodiantana അടഞ്ഞുപോയ ഡോറുകൾ യേശുവിന്റെ നാമത്തിൽ വർധനവിന്റെ ഭാഗമായിട്ട് ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പ്രവചനാത്മാവിൽ ഞാനത് കൽപ്പിക്കുന്നു. അടഞ്ഞുപോയ ഡോറുകൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. അടഞ്ഞുപോയ പഠനമണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. അടഞ്ഞുപോയ വരുമാനങ്ങൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. അടഞ്ഞുപോയ എല്ലാ വഴികളും യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ തുറന്നു വരട്ടെ. ഈ ഇസ്രായേൽ ജനത്തെ പറ്റി ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾ അടിമത്തത്തിലായിരുന്നപ്പോ അവർക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ലായിരുന്നു. ദാരിദ്ര്യം. ഈജിപ്തിൽ അവർക്ക് എന്തായിരുന്നു? എല്ലാവരും പറഞ്ഞു, ഈജിപ്തിൽ എന്തായിരുന്നു അവർക്ക്? ദാരിദ്ര്യം. ഒന്നുകൂടെ പറഞ്ഞു, ഈജിപ്ത് ദാരിദ്ര്യമേ ഉള്ളൂ. ഈജിപ്ത് നമുക്കുള്ള സ്ഥലമല്ല. നമുക്കുള്ള സ്ഥലം പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത കനാനാണ്. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. ഈജിപ്തിൽ എന്നും ദാരിദ്ര്യമാണ്. പക്ഷെ ഈജിപ്തിനകത്തുനിന്ന് ദൈവം അവരെ വിടുവിച്ചോണ്ട് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിനകത്തോട്ട് ദൈവം അവരെ കൊണ്ടുപോയപ്പോ ദൈവം അവർക്ക് കൊടുത്തത് സമൃദ്ധിയല്ല, അന്നത്തേക്കിനുള്ളത് കൊടുത്തു. അടുത്തിരിക്കുന്നതാണ് കൈ തൊട്ടിട്ട് പറഞ്ഞേ, അന്നത്തേക്കിനുള്ളത്. അവർക്ക് അന്നുള്ള മന്ന, അന്നു വേണ്ടിയ കാടപ്പക്ഷി അത് കൊടുത്തു. എന്നിട്ട് ചെരുപ്പ് തേയാതെ, വസ്ത്രം ജീർണിക്കാതെ, ഒരു മനുഷ്യൻ ഒരു ദിവസം വേണ്ടിയതെല്ലാം ദൈവം കൊടുത്ത് അവരെ ദൈവം മുന്നോട്ട് നടത്തി. പക്ഷെ ഒന്നും നീക്കുവാക്കിയില്ല. അന്നന്ന് വേണ്ടിയതെല്ലാം ദൈവം കൊടുത്ത് അവരെ നടത്തി. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പാടാൻ, അല്ലേ? അന്നും ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ ചോദിക്കട്ടെ, അന്നെന്നുള്ളത് മതി എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിക്ക്. ബാങ്കിലെ സകല ഡെപ്പോസിറ്റും പൊട്ടിച്ച് എന്റെ കൈ കൊണ്ട് തന്നേക്കണം. പറച്ചിലൊക്കെ പറയും നമ്മൾ. സ്തോത്രം. അടുത്ത തലമുറയ്ക്കുള്ളതും കൂടെ വേണേ ബാങ്കിൽ ഇട്ടിട്ടാ നമ്മൾ ഇത് പാടുന്നത്. സ്തോത്രം. എനിക്കത് പോരാ. എനിക്ക് അന്നത്തേനുള്ളത് പോരാ. എനിക്ക് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി നിറഞ്ഞു കവിയുന്നൊരു പാനപാത്രം, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ചിലരോട് പ്രവചിക്കുന്നു, ഈ മരുഭൂയാത്ര തീർന്നിട്ട് ദൈവം ചിലതിനെ വാഗ്ദത്ത കനാനിലെ സ്വപ്നം കണ്ട ഭൂമിക്കകത്ത് ദൈവം കാലുകുത്തിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ ഒക്കെ പറഞ്ഞേക്കാം, തിരുത്താൻ പോവുക. പഠിച്ചു വെച്ചതൊക്കെ ഒന്ന് തിരുത്തണം. വാഗ്ദത്ത കനാൻ എന്ന് പറഞ്ഞ സ്വർഗരാജ്യം അല്ല. അതിനെ സ്വർഗമായിട്ട് കണക്ട് ചെയ്യല്ലേ. ഞങ്ങൾ കനാനിലേക്കുള്ള യാത്രയിലാണെന്നും പറഞ്ഞേക്കല്ലേ. നോ, അതല്ല. അത് ഇവിടെയുള്ളതാ. ഞങ്ങൾ സിയോനിലോട്ടുള്ള യാത്രയിലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. സ്തോത്രം പറയുന്നില്ല. കനാൻ ദൈവം നിനക്ക് അവകാശം തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലാണ്. നിന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളാണത്. ഹല്ലേലൂയ. അതുകൊണ്ട് മരുഭൂ പ്രയാണത്തിൽ ഞങ്ങൾക്ക് ചാരാനൊന്നുമില്ല, ഇന്നുള്ളത് ആഹാരം തിന്നോണ്ട് ഞങ്ങൾ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഡെപ്പോസിറ്റ് ചെയ്യല്ല, ഒന്നും കരുതല്ല. അങ്ങനെയാണെങ്കിൽ സ്തോത്രം പറയുന്നില്ല. എല്ലാവരുടെയും സന്തോഷവും പോയി. ഇമ്മാതിരി പ്രസംഗം പ്രസംഗിച്ച ബുദ്ധിമുട്ടാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടെ കുടിക്കും. ഈജിപ്തിൽ അവർക്ക് ദൈവം അവരെ ആ അടിമത്തത്തിൽ അവരായിരുന്നപ്പോൾ അവർക്ക് അന്നത്തേനുള്ളത് പോലും ഇല്ലായിരുന്നു. ദൈവം അവർക്ക് കാര്യമായ ആഹാരം പോലും അവർക്ക് അവിടെ കിട്ടിയില്ല. കാരണം അടിമത്തത്തിൽ പിശാചിന്റെ കെട്ടിനകത്ത് കിടക്കുക. പക്ഷെ അവിടുന്ന് പൊട്ടിച്ചോണ്ട് വന്നത് മരുഭൂമിയിൽ മന്ന തിന്നാൻ അല്ല. കേൾക്കുന്നില്ലേ ചിലര്?
ദൈവം നിന്നെ അവിടുന്ന് പുറപ്പെടുവിച്ചത് മരുഭൂമി മന്നാതിന്ന് കാടപക്ഷി നിന്നിങ്ങനെ പോകാനല്ല. നീ ഒരു യാത്രയിലാണ്. നിന്നോട് പറഞ്ഞ ചില ദൂതുകളുണ്ട്. നിന്റെ കുടുംബത്തോട് അരുളി ചെയ്ത ദൈവത്തിന്റെ ചില നിറവേറാത്ത വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. അതിൽ നിന്നെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അതിനാണ് നിന്നെ പുറപ്പെടുവിക്കുന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മീയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഓരോ കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ദൈവവേലയ്ക്ക് കൊടുക്കാൻ കർത്താവിന്റെ വേല നന്നായി നടക്കത്തക്ക നിലയിൽ ഇതിനകത്തെ എല്ലാ കുടുംബങ്ങളും യേശുവിൻ നാമത്തിൽ അന്നത്തേനുള്ളത് പോരാ, അതിന്റെ അപ്പുറമുള്ള ഒരു സമൃദ്ധി എല്ലാ കുടുംബങ്ങളും വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ ഉദയം ബ്രദറെ, ഇവിടെ ഓരോ വിഷയം വരുമ്പോ ഞങ്ങളിങ്ങനെ താടിയും ചൊറിഞ്ഞോണ്ട് ഇരിക്കുക. ഇപ്പൊ തന്നെ സ്നാനക്കുളത്തിന് ലീക്കായി. എന്തോ ചെയ്യാന്? ടൈൽ ഒട്ടിക്കാൻ നിവൃത്തിയില്ല. ടൈൽ ഓൾറെഡി ഒട്ടിച്ചതെല്ലാം ലീക്കായിക്കൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി വെള്ളം അടിച്ചു വലിഞ്ഞു പോയി. ഇന്ന് രാവിലെ പിന്നെ അടിച്ചു വലിഞ്ഞു പൊക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് സ്നാനം നടത്തിയത്. സ്വോത്രം പറയുന്നില്ല. എങ്ങനെ നടക്കും? ഇങ്ങനെ നോക്കിയിരിക്കുക. അതിന്റെ മുകളിൽ ഈ പുതിയ കുറച്ച് ടൈലൂടെ ഒട്ടിച്ച വിഷയം തീർന്നു. തന്റെ പകുതിയോടെ കോൺക്രീറ്റ് ഇട്ട് നിർത്തി. അടുത്ത സ്ഥലം കോൺക്രീറ്റ് ചെയ്യാൻ നിർത്തിയില്ല. ഇങ്ങനെ ഈ സഭയിനെ പോത്തില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവം ചില കുടുംബങ്ങളെ അസാധാരണമായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ദൈവിക സമൃദ്ധി കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് ശക്തമായി ഇടപെടുന്നതുകൊണ്ട് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുന്നത്. ആമേ, ഞാൻ അഭിവൃദ്ധിയും ആമേൻ ഭൗതിക നന്മ അല്ലിന്ന് പകൽ ഇവിടെ ശുശ്രൂഷിക്കുന്നത്. നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മരുഭൂമിയിൽ കൂടെ നടത്തും. എന്തിനാ ഈ മരുഭൂമി അനുവദിക്കുന്നത്? നേരത്തെ പറഞ്ഞ വാഗ്ദത്തത്തിലോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമാണ്. ആ മരുഭൂയാത്രയിൽ നമുക്ക് മന്ന തരും, കാടപ്പക്ഷി തരും, നമുക്ക് വെയിലടിക്കാതെ നല്ല മേഘസ്തംഭം തരും, രാത്രി അഗ്നിത്തൂണ് തരും, ജീർണിക്കാൻ അനുവദിക്കത്തില്ല. കർത്താവ് നമ്മെ സംരക്ഷിക്കും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയോ? അവിടുത്തെ പ്രശ്നം അന്നത്തേനുള്ളതേ കിട്ടത്തുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഈ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ സഞ്ചരിപ്പിച്ച് മക്കളെല്ലാം മന്നായും കാടപക്ഷിയും തിന്ന് ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് ഇവിടം കൊണ്ടങ്ങ് തീരാന്നല്ല പറഞ്ഞത്. ദൈവത്തിന്റെ തമ്പുരാൻ പറഞ്ഞു, ഈ യാത്രയിൽ ഇതൊക്കെ താൽക്കാലികമായിട്ട് തരുന്നതാണ്. നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നീ ചിലതിനകത്ത് കയറണമെന്നാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആരോടാത് പ്രവചിക്കുന്നത്? ഈ ആണ്ടിൽ ദൈവം ചില വാഗ്ദത്തങ്ങൾക്കകത്ത് ചിലരെ കാലുകുത്തിപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, കൈ ഉയർത്തിയോ, എഴുന്നേറ്റ് നിന്നോ, ശബ്ദം ഉയർത്തിയോ, ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, അത് സംഭവിക്കുകയാണ്. അങ്ങനെ നടന്ന് ദൈവം ആ തലമുറയെ, ഏത് പുറപ്പെട്ട തലമുറയല്ല, അടുത്ത ജനറേഷനെ ദൈവം വാഗ്ദത്ത കനാനി കയറ്റി. സ്തോത്രം പറയുന്നില്ല, സ്തോത്രം പറയുന്നില്ല. കനാനിൽ ചില പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. ഞാൻ സഭയോട് വിളിച്ചു പറയാണ്, കനാനിൽ കയറണമെങ്കിൽ, നീ അവിടെ കയറിയാലും നിന്റെ അവകാശം അനുഭവിക്കണമെങ്കിൽ നീ ചില മല്ലന്മാരെയൊക്കെ നേരിടേണ്ടി വരും. ഈ ആണ്ടിൽ ആത്മീയ യുദ്ധം ചെയ്യാൻ ചിലർ തയ്യാറായാൽ ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന നിന്റെ ചില അവകാശങ്ങളെ, സാമൂൽ സാർ കേൾക്കുന്നുണ്ടോ? യേശുവിന്റെ നാമത്തെ കുടുംബങ്ങളോട് പ്രവചിക്കുകയാണ്, ഈ വർഷം ചിലർ ആത്മീയ യുദ്ധത്തിന് തയ്യാറായാൽ നിന്റെ അവകാശങ്ങളുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന നുകങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടും, യേശുവിന്റെ നാമത്തിൽ പൊട്ടും. കുടുംബങ്ങൾക്കകത്ത് ദൈവിക അവകാശങ്ങളെ ഇനി ശത്രുവിന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ദൈവം നിന്നെ വാഗ്ദത്തത്തിനകത്ത് പ്രവേശിപ്പിക്കുന്ന വർഷമാണ് ഈ വർഷം. ഓ ജീസസ്,
ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദൂതൊക്കെ ആത്മാവിൽ ആരാധിച്ചു സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ. തലമുറകളെ പിടിച്ചു വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ നീ വാഗ്ദത്തത്തിനകത്ത് ആരാധിച്ചു ചില പൈശാചിക മണ്ഡലങ്ങളെ നീ ആത്മാവിൽ പൊട്ടിക്കുമ്പോൾ നിന്റെ തലമുറകളെ ദൈവം റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവം തലമുറകളോട് പറഞ്ഞ ദൂതുകൾ നിറവേറാതെ പൊടി പിടിച്ചു കിടക്കുന്ന കുടുംബങ്ങളോട് ഇന്ന് പകൽ ഞാൻ വീണ്ടും പ്രവചിക്കുന്നു. ആ പൊടിയൊക്കെ തട്ടിയെടുത്തോ. ദൈവം ചില ആത്മീയ ശുശ്രൂഷകളെ ദൈവം തലമുറകളെ ഏൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവൻ ആമേൻ പറ. ഒരു സുപ്രഭാതത്തിൽ നീ അത് കേൾക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് നീ കേൾക്കാൻ പോകുകയാണ്. ആത്മാവ് തൊട്ടെന്ന് നീ കേൾക്കാൻ പോകുകയാണ്. മാറ്റങ്ങൾ സംഭവിച്ചത് നീ കേൾക്കാൻ പോകുകയാണ്. ഇത് വിശാലതയുടെ വർഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വാഗ്ദത്ത കനാനിനകത്ത് ചെങ്കടല് പിളർന്ന് യോർദാൻ പിളർന്ന് ദൈവം ജനത്തെ വാഗ്ദത്തത്തിനകത്ത് കേറ്റിയിട്ടും അവിടെ ചില പോരാട്ടം നടക്കേണ്ടി വന്നു. എന്താണെന്നറിയോ? വർഷങ്ങളായി ചിലതൊക്കെ കുടില് കെട്ടി പാർക്കുക. ആരുടെ? എവിടാ? ഇതൊക്കെ ഞങ്ങളുടേതാന്ന് പറഞ്ഞ് അമോര്യരും ഹിത്യരും യെബൂസ്യരും ഇങ്ങനെയുള്ള കുറെ ടീമുകൾ വാഗ്ദത്ത കനാനിൽ തമ്പ് കെട്ടി കിടക്കുക വർഷങ്ങളായിട്ട്. മനസ്സിലാകുന്നവർ ആമേൻ പറ. പുറമ്പോക്കൊക്കെ ആൾക്കാർ അവകാശപ്പെടുത്തി കുറെ വർഷം കിടക്കുമ്പോ എന്തോ ചെയ്യും? ഗവൺമെന്റ് അങ്ങ് എഴുതി കൊടുക്കും. അതുപോലെ ദൈവം തന്റെ ജനത്തോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞ് അവന്റെ പേര് കൊടുത്ത പട്ടയമാ ഇത്. ഇവിടെ ആവശ്യമില്ലാത്ത കുറെ എണ്ണം കയറി കിടക്കുക. ദൈവത്തിന് ജനം കയറി ചെന്ന് ആമേൻ അനധികൃതമായി കുടിയേറ്റം ചെയ്ത ചിലതിനെ ഈ ആണ്ടിൽ കർത്താവ് വീടുകൾക്കകത്തുനിന്ന് പുറത്താക്കുമെന്ന് ആത്മാവ് കുടുംബങ്ങളോട് പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന ചില അവകാശങ്ങളെ ദൈവാത്മാവ് പുറത്തു കൊണ്ടിരുന്ന വർഷമാണിത്. വിശ്വസിക്കുന്ന ദൈവജനം ആമേൻ പറ. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടായത്? ആമേൻ. നമ്മള് അവന് വേണ്ടി പേര് പറയുന്നില്ല ഓൺലൈനിലായതുകൊണ്ട്. ഹല്ലേലൂയ. നമ്മൾ മൂത്ത മോന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ അവനെ വിശ്വാസിക്കൊണ്ടിരണേ. ആമേൻ. സാത്താൻ പറയും ഇവൻ എന്റെ കസ്റ്റഡി കിടക്കുക എത്ര നാളായിട്ട്, എന്റേതാന്ന് സാത്താൻ പറയും. അങ്ങനെ പറയുന്നിടത്ത് എന്നാ പിന്നെ നിന്റേതാണ് നീ എടുത്തോന്ന് പറയുന്ന ഒരു വർഷമല്ലിത്. ഇത് വെട്ടിപ്പിടിക്കുന്ന വർഷം. യേശുവിന്റെ നാമത്തിൽ ഇത് വെട്ടിപ്പിടിക്കുന്ന വർഷം. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, Holy Spirit, Holy Spirit. Oh, Hurama Rilabagasiathana. യേശുവിന്റെ നാമത്തിൽ ഇത് കുടുംബങ്ങളിൽ ചിലതിനെ വെട്ടിപ്പിടിക്കുന്ന വർഷം. Oh, Jesus, Jesus, Jesus. അവര് പറഞ്ഞു ഇത്ര കൊല്ലമായിട്ട് ഞങ്ങളുടെ അപ്പൂപ്പന്മാരും താമസിക്കും ഇവിടെ, ഞങ്ങളെ നിങ്ങൾ തുരത്തി പുറത്തു വിടുവോ? യോശുവയോടൊക്കെ ചോദിച്ചു, ഞങ്ങളെ നിങ്ങൾ തുരത്തി പുറത്തു വിടുവോ? ആണോ ഇല്ല? ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇത് നിങ്ങളുടേതാണെന്നോ? ഏത് വകുപ്പില? ഓ കേൾക്കുന്നില്ല ചിലര്. ഞാൻ പ്രവചനാത്മാവിലായി ശുശ്രൂഷിക്കുന്നത്. ഇത് ഞങ്ങൾ ഇത്ര കൊല്ലമായിട്ട് കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു.
ഞാനിതൊന്നും പറയാൻ വന്നല്ല, ദൈവാത്മ പറയുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുക. ഇത് ഞങ്ങൾ ഇത്ര ആണ്ടായിട്ട് കൈയടക്കി വെച്ചിരിക്കുക. രൂത്തെ പ്രാർത്ഥിച്ചു, ആമേൻ. ഇത് ഞങ്ങൾ ഇത്ര നാളുകളെ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിന്റെ മേൽ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞപ്പോൾ, ആമേൻ, യോശുവയുടെ കൂട്ടരുടെ മറുപടി എന്താണെന്നറിയോ? എടാ, നീ ഇന്നലെയല്ലേ പെരകെട്ടിയത്? ഇത് ഞങ്ങളുടെ വല്യപ്പനോട് നൂറ്റാണ്ടുകൾക്കപ്പുറം ഇതിന്റെ പട്ടയം ഞങ്ങളുടെ ദൈവം അവന്റെ കൈ കൊടുത്തത്. ഇത് ഞങ്ങളുടെ അവകാശമാണ്. വിശ്വസിക്കുന്നവർ മാത്രം കനകമാറ്റി ശക്തമായി പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ശത്രു അടക്കി വെച്ച ചിലതിന് ദൈവം ഈ ആണ്ടിൽ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ശത്രു അവകാശം പറയുന്ന ചിലതിന് ദൈവം പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. ചില കുടുംബങ്ങളോട് ഞാൻ വീണ്ടും പ്രവചിക്കുന്നു, നിന്റെ മരുഭൂമിയുടെ കാലം തീരും. നിന്റെ മരുഭൂമിയുടെ കാലം തീരും. ദൈവം നിന്നെ വാഗ്ദത്തത്തിനകത്ത് കാലുകുത്തിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ കാടയും നിന്റെ മന്നയും നിൽക്കും. അതിന് പകരം മേത്തരമായ പാലും തേനും ഒഴുകുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക്. Oh, holy Jesus, holy Jesus, holy Jesus, Holy Spirit of God, hallelujah. മിനിയൊന്ന് എഴുന്നേറ്റ് നിന്നു. ഒരു ഭയങ്കര ദുഃഖകരമായ സംഗതി കർത്താവിനെ കാണിക്കുന്നു നിന്റെ കുടുംബത്തിൽ. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് നിന്നോട് പറയുന്നു. അതിശക്തമായ പ്രാർത്ഥനയില്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ചിലതിനെ അടർത്തിക്കളയുന്ന പോലുള്ള ചില പൈശാചിക പോരുകൾ നിന്റെ കുടുംബത്തിനെതിരെ ഉണ്ട്. അത് വരുന്നതിന് മുമ്പ് കർത്താവ് നിന്നോട് ഇടപെടുന്നു. ശക്തമായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഇടപെടുന്നു. എല്ലാ ദൈവമക്കളെ കരമടിച്ച് വായ തുറന്ന് ഒന്ന് ശക്തിയോടെ ആ കുടുംബത്തിനായി ഒന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവിൽ ഒന്ന് പോരാടി പ്രാർത്ഥിച്ചേ. ശത്രുവിന്റെ എല്ലാ പദ്ധതികളും സമതലവ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ പൊളിഞ്ഞു പോകട്ടെ, പൊളിഞ്ഞു പോകട്ടെ, പൊളിഞ്ഞു പോകട്ടെ. അടകജല സമാദരേ അന്തലഖന സമതുല പ്രഭ. വീടിന്റെ മുറ്റത്ത് കറുത്ത കൊടി കെട്ടിപ്പിക്കുമെന്ന് വാദിക്കുന്ന സകല മണ്ഡലങ്ങളും ഇന്ന് പകൽ പൊളിയട്ടെ യേശുവിൻ നാമത്തിൽ. ഈ അന്തരീക്ഷത്തെ കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ആത്മമണ്ഡലത്തെ കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് ചിലത് ദൈവം പൊഴിക്കുകയാണ്. ചില കൃപകളെ കർത്താവ് പൊഴിച്ചു തരികയാണ്. ഇന്ന് പകൽ നിനക്കും വിശാലത ദൈവം വരുത്തുകയാണ്. നിന്റെ ഞെരുക്കങ്ങളെ ഇടുക്കങ്ങളെ കർത്താവ് മാറ്റുകയാണ്. ഈ ഒന്നാമത്തെ ഞായറാഴ്ച തന്നെ വിശ്വാസത്താൽ അത് സ്വീകരിക്കുക. ഹല്ലേലൂയ, hallelujah. Oh nama shandhana maziyandhana, hallelujah. ദൈവവചനം പറയുന്നു, മന്ന തിന്നു, കാടപ്പക്ഷി കിട്ടി, അധ്വാനമില്ല കിട്ടിയ സംഗതി ഓക്കെ, പക്ഷെ ആദ്യം നിൽക്കരുത്. അടുത്ത ആളുടെ കൈ ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞേ, മന്നായും തിന്ന മരുഭൂമി കടക്കല്ലെന്ന് പറ. ഹല്ലേലൂയ. മന്നായും തിന്ന് മരുഭൂമി കടക്കരുത്. മന്ന മോശമൊന്നുമല്ല, ദൂതന്മാരുടെ ഫുഡാ. പക്ഷെ അതും കഴിച്ചവിടെ ഇരിക്കാനല്ല നിന്നെ വിളിച്ചത്. അത് നിന്റെ യാത്രയ്ക്ക് തരുന്നതാ. അതല്ല നിന്റെ പെർമനന്റ് ഡെസ്റ്റിനേഷൻ. ദൈവം നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. എന്തിന്? നിന്നോട് പറഞ്ഞ ദൂത് നിവർത്തിക്കാനുണ്ട്. അത് നീ മന്നായും നിന്ന് മരുഭൂമി കടന്നാൽ ആ ദൂത് നിറവേറത്തില്ല. ഗോ ഫോർവേഡ്, മുന്നോട്ട് പോ, മുന്നോട്ട് പോ. അതും ഇതും നോക്കി നിൽക്കാതെ നീ മുന്നോട്ട് പോ. ദൈവം കരുതിയ ചില നന്മകൾ നീ കേറേണ്ടതുണ്ട്. മുന്നോട്ട് പോ. ഹോളി ജീസസ്. വീടുകളൊക്കെ ശുദ്ധീകരിച്ചോണം കേട്ടോ. കർത്താവിനോട് പറയുന്നതുകൊണ്ട് പറയുക, വീടുകളൊക്കെ ശുദ്ധീകരിച്ചോണം.
ദൈവഹിതമല്ലാത്ത ഒന്നിനെ വീട്ടിൽ വെച്ചേക്കല്ല, എല്ലാം പേർക്ക് തൂറക്കളഞ്ഞോണം. സ്വതന്ത്രം പറയുന്നില്ല. എല്ലാ വീടുകളും ശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവഹിതമല്ലാത്ത ഒറ്റ മനുഷ്യൻ നിന്റെ വീട്ടിൽ വരുക പോവുക ചെയ്യണ്ട. ശുദ്ധീകരിച്ചോ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. Oh, Holy Spirit of God, come on. ദൈവഹിതമല്ലാത്ത എല്ലാം സ്റ്റോപ്പ് ആകട്ടെ. വീടുകളിലൊന്നും ടി വിയിലൊന്നും ദൈവത്തിന് ഹിതമല്ലാത്തൊന്നും മുഴങ്ങണ്ട. നന്മകളെ തടയുന്നതൊന്നും മുഴങ്ങണ്ട. ദൈവഹിതമല്ലാത്തൊന്നും എഴുന്നള്ളിക്കൊണ്ട് വെക്കണ്ട. ദൈവഹിതമല്ലാത്തൊന്നും വന്ന് കയറണ്ട. നിന്റെ വീടും പരിസരവും കോമ്പൗണ്ടും കർത്താവിന് വിശുദ്ധമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിശാലതയെ തടയുന്ന സകലതും യേശുവിൻ നാമത്തിൽ പൊളിഞ്ഞു പോട്ടെ. ഓ ജീസസ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വാശിയുണ്ട്. ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ചിലത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് കാണാൻ വാശിയില്ലെങ്കിലും ദൈവത്തിന് വാശിയുണ്ട്. മേഴ്സി എഴുന്നേറ്റോ, എഴുന്നേറ്റോ. സത്യം വന്നില്ലല്ലേ? കർത്താവിനോട് പറയുന്നു, ഇത് നിങ്ങളുടെ വർഷമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വർഷമാണ്. ഈ വർഷം കൈവിട്ട് പോകരുത്. നിന്റെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ജോലി മണ്ഡലത്തിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രണ്ട് ഭയങ്കര അത്ഭുതങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നീ ദിവസങ്ങൾ ഒരു വില കൊടുക്കണമെന്ന് കർത്താവ് ഇടപെടുന്നു. പ്രാർത്ഥനയിൽ പോരാടണമെന്ന് കർത്താവ് ഇടപെടുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ അർഹിക്കാത്ത രണ്ട് നന്മകൾ ദൈവം നിന്റെ വീടിനകത്ത് അടുത്ത 7 മാസത്തിനകം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. Holy Spirit, ഇതിനകത്ത് പ്രൊഫറ്റിക്കൽ റെലം കർത്താവ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുക. പ്രൊഫറ്റിക്കൽ റെലം കർത്താവ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുക. സെൽവി, നീയൊക്കെ ചൊവ്വിന് പ്രാർത്ഥിച്ചാൽ ഈ ആണ്ട് നിനക്ക് ഈ മാസങ്ങളിൽ തന്നെ നീ പ്രവചിക്കാൻ തുടങ്ങും. കർത്താവിനോട് പറയുന്നു, പ്രവചിക്കാൻ തുടങ്ങും. നീ പ്രവചിക്കാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് പ്രാർത്ഥിച്ചോ. ദൈവാത്മാവിനോട് പറയുന്നു, കർത്താവ് ചില ഗിഫ്റ്റുകളെ ചിലർക്ക് തരാൻ പോവുകയാണ്. കർത്താവ് ചില ഗിഫ്റ്റുകളെ ചിലർക്ക് തരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു നല്ല കാര്യത്തിന് ഒരു വീട്ടിൽ പോയി. കാര്യമൊക്കെ പിന്നെ പറയാം. കർത്താവ് പറഞ്ഞൊക്കെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു നല്ല കാര്യത്തിന് ഒരു വീട്ടിൽ പോയി. അവിടെ പോയതൊരു ഫംഗ്ഷന്, ഒരു ഔദ്യോഗിക കാര്യപരിപാടിക്ക. പക്ഷെ ചെന്ന് നമുക്കെന്നാ പ്രാർത്ഥിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു സഹോദരിയോട് ദൈവാത്മാവ് ആലോചന പറയാൻ തുടങ്ങി. സ്വത്രം. അവരോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞേച്ചാ ബാക്കി പരിപാടിയിലോട്ട് കയറിയ. ഈ ദിവസങ്ങളിൽ നീ പ്രതീക്ഷിക്കാത്ത ചില ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു മോൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ പോകല്ലേ, ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഒരു കുറ്റവും ഇല്ല. അവള് പോയി മറ്റ് ഒരു സമൂഹത്തിലെ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞങ്ങള് വണ്ടി നടുറോഡി അല്ലോടെ സൈഡിൽ റോഡിൽ വണ്ടി നിർത്തി റോഡിൽ നിന്ന് വഴിയിൽ നിന്ന് ആ പെങ്കൊച്ചിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ മോള് ജീവിതത്തിൽ ഒരു പെന്തക്കോസാൻ അല്ലെ ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ദൈവത്തിന്റെ കര ഇറങ്ങി വന്നു. ദൈവങ്ങളെ തൊട്ടു. സ്വോത്രം പറയുന്നില്ല. യേശുവിന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഈ വർഷം നടക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഇന്നലെ വന്ന ചെറുപ്പക്കാര് മക്കളോട് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ബസ്സേ കയറി പോകുമ്പോൾ പ്രാർത്ഥിക്കണം. യേശുവപ്പ, ഇതിനകത്തിരിക്കുന്ന ആരുടെയെങ്കിലും ശരീരത്തിൽ ദുരാത്മാവുണ്ടെങ്കിൽ അതിപ്പോ ഇളകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്കറിയാം ഈ സഭയിലെ ചില കൂട്ടങ്ങളെ, ചില വ്യക്തികളെ ദൈവാത്മാവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി റെഡിയാക്കുന്ന ഒരു വർഷമാണിത്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിച്ചത് പ്രവചിക്കുന്നു. ദൈവം ശുശ്രൂഷയ്ക്കായി ചിലരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത്, അവർ കനാനിൽ കേറി മന്ന നിന്നുപോയി. എന്ത് ചെയ്തു? അതുവരെ ഫ്രീ ആയി കിട്ടിക്കൊണ്ടിരുന്ന മന്ന നിന്നുപോയി.
മഞ്ഞ നിന്നതിന്റെ കാര്യം എന്നാ നിനക്കറിയാമോ? മഞ്ഞ നിന്നാലേ നീ ദൈവം നിനക്ക് തന്ന അവകാശത്തിനകത്ത് നീ അധ്വാനിക്കത്തുള്ളൂ. നീ അവിടെ അധ്വാനിച്ചാലേ നീ അർഹിക്കുന്നതിനേക്കാൾ അധികം നന്മ അതിനകത്തൊന്നും ഉണ്ടാകത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്, ചിലത് നിന്നത് സാത്താൻ നിർത്തിയതല്ല, ദൈവം കൂടെ അനുവദിച്ചിട്ടാണ്. വേറൊരു ഡോറ് തുറക്കാതെ ദൈവം നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യത്തില്ല. ഇന്ന് പകൽ എവിടെയെങ്കിലും എന്തെങ്കിലും അടഞ്ഞെന്ന് തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ ഞാൻ നിന്നോട് പ്രവചിക്കുകയാണ്, നിനക്ക് അടഞ്ഞതിനേക്കാൾ മേത്തരമായതൊന്ന് ദൈവം ഇന്ന് പകൽ തുറക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആ ദൂത് ഏറ്റെടുത്തു. അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ നീ അതിന്റെ നന്മ കാണാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലത് അടഞ്ഞു പോയത് അതിനേക്കാൾ മേത്തരമായ വിശാലത നിനക്ക് വരുത്താൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ്. നിന്നെ വിശാലതയിലേക്ക് ദൈവത്തിന് കൊണ്ടുപോകണമെങ്കിൽ ചിലതിനെ അടച്ചേ പറ്റൂ. ആ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചേ, എന്നിട്ട് കർത്താവിനോട് പറഞ്ഞേ, അടഞ്ഞ എല്ലാ വഴികൾക്കായി സ്തോത്രം. ആ കരം വീശി പറഞ്ഞേ, അടഞ്ഞ എല്ലാ വഴികൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ഏലിയാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ കെരീത്തിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്തൊരു നല്ല സുഖജീവിതം എന്ന് ഞാൻ ഓർത്തു. ശുശ്രൂഷയ്ക്കും പോകണ്ട, വണ്ടിയിലും കയറണ്ട, പ്രവചിക്കുകയും വേണ്ട, പ്രസംഗിക്കുകയും വേണ്ട, കാക്ക കൊണ്ടു തരുന്ന ആഹാരം കഴിച്ച് അവിടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെയും വൈകിട്ട് കാക്ക വരും, ആഹാരം കിട്ടും, തിന്നുക, ഇരിക്കുക, പ്രാർത്ഥിക്കുക. ഒരു ടെൻഷനും ഇല്ല, നല്ല സുഖജീവിതം. അങ്ങനെ ഇരുന്നപ്പോൾ ആ ദൈവവചനം പറയുന്നത്, കെരീത്ത് വറ്റിപ്പോയി. തലേ ദിവസം വരെ ഞാൻ വെള്ളം കുടിച്ച പോലെ പുള്ളി അതിനകത്തൊന്ന് വെള്ളം കുടിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ വെള്ളം വറ്റിപ്പോയി. എന്തോ ഒരു ചതി ഇതെന്ന് പറഞ്ഞ് പുള്ളി പാട്ടും പാടിക്കൊണ്ടിരുന്നില്ല. അവൻ അറിയാം, ഏതെങ്കിലും ഒന്ന് അടഞ്ഞാൽ അതിനേക്കാൾ മേത്തരമായതൊന്ന് തുറക്കപ്പെടും. നീ അന്ന് വരെ വെള്ളം കുടിച്ച് കെരീത്ത് വറ്റാൻ കാര്യം എന്നാണെന്നറിയോ? നിന്നെ കൊണ്ട് സാരേഫാത്തിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് വറ്റിയാലേ നീ എഴുന്നേൽക്കത്തുള്ളൂ. ദൈവം ചിലത് വറ്റിച്ചത് നിന്നെ അടുത്ത പ്രൊമോഷനിലേക്ക് കയറ്റാനാണ്. സാരേഫാത്തിൽ നീ മാത്രമല്ല ജീവിക്കാൻ പോകുന്നത്, നിന്നിൽ കൂടെ ചില കുടുംബങ്ങൾ പോറ്റപ്പെടാൻ പോകുകയാണ്. ഇന്ന് പകൽ ചിലത് അടഞ്ഞെങ്കിൽ ഓർത്തു, അടുത്ത ഡോർ നിനക്കായി ദൈവം തുറന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നീ അത് കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇനി ആ കൈ ഒന്നുകൂടെ ഉയർത്തിയിട്ട് പറഞ്ഞേ, എല്ലാ അടഞ്ഞ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം. എല്ലാ അടഞ്ഞ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം. എല്ലാ അടഞ്ഞ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. ദൈവം ഈ ഏലിയാവിനെ കെരീത്തിന്റെ അടുക്കൽ ഇരുത്തി ദൈവത്തിന് പോറ്റിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. മഴ പെയ്യിപ്പിക്കുന്നവനെ പോറ്റിക്കൊണ്ടിരിക്കാം. പിന്നെ ദൈവം എന്തിനാ ഇവരെ സരേഫാത്തിലോട്ട് അയച്ചത്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ദൈവ സാരഫത്തിൽ ഏലിയാവിനെ വിട്ടത് ഏലിയാവിനെ പോറ്റാനല്ല. ചില കേട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന എന്തോ കാക്കയാൽ അവൻ പോറ്റപ്പെട്ടുകൊണ്ടിരുന്നു, അല്ലെ? കാക്കയാൽ പോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. സരഫാത്തിൽ ചെന്നപ്പം വിധവയാൽ പോറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്തോ അതിന് പറയുന്നത്? ഭക്ഷണം വിധവ കൊടുത്തോണ്ടിരുന്നു. അങ്ങനല്ല. സാരഫത്തിലോട്ട് നിന്നെ വിടാൻ അതിന്റെ ഒന്നാമത്തെ കാരണം, നിന്നിക്കൂടെ ഒരു കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യ ദൈവത്തിന് തടയണം. കേട്ടില്ല.
ചിലരത് കേട്ടില്ല. ഇത് ചിലരോടുള്ള പ്രവചന ദൂതമാണ് ഞാൻ ഈ പറയുന്നത്. നിന്നെ ദൈവം ചിലടത്തോട്ട് അയക്കുന്നത് നിന്നെ പോറ്റാനല്ല. അത് ദൈവം നിനക്ക് ആ വീട്ടിൽ നിന്ന് തരും. പക്ഷേ ആ വീടിന്റെ കെട്ടഴിക്കാനാ ദൈവം നിന്നെ വിടുന്നത്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. നിനക്കും വർധനമുണ്ടാകും. നിന്നിൽ കൂടെ ചില കുടുംബങ്ങളിലും ദൈവപ്രവൃത്തി ഉണ്ടാകും. നീ ചെന്നാലേ വിധവ മരിക്കാതിരിക്കത്തുള്ളൂ. നീ ചെന്നാലേ ആ ബാലൻ രക്ഷപ്പെടത്തുള്ളൂ. നീ ചെന്നാലേ ചിലതവിടെ സംഭവിക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ചില വ്യക്തികളെ, ചില കുടുംബങ്ങളിലേക്ക് അയച്ചു പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങളുടെ അന്ധകാര കെട്ടുകളെ പൊളിക്കാൻ ദൈവം ചിലരെ അയക്കാൻ പോകുകയാണ്. ചില കുടുംബങ്ങളുടെ കെട്ടുകളെ പൊളിക്കാൻ ദൈവം ചിലരെ അയക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെ കരമടിച്ചു സ്തോത്രം പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. രണ്ടാമത്തെ ദൈവത്തിന്റെ ലക്ഷ്യം കൂടെ പറയുമോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ അത് പിടികിട്ടും. ദൈവം രണ്ടാമത് സരഫാത്തിലേക്ക് ഈ ദൈവത്തിനെ അഭിഷക്തനെ അയക്കാൻ കാര്യം ഒരു തെറ്റായ വിവാഹത്തിൽ കൂടെ, ശ്രദ്ധിച്ച് കേട്ടോണേ, ഇതൊരു ദൂതാ നിന്നോടുള്ള. ഞാൻ നിങ്ങളോട് മാത്രമല്ല സംസാരിക്കുക, ഞാൻ ഓൺലൈനിലും ആൾക്കാരോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ഒരു തെറ്റായ ബന്ധത്തിൽ കൂടെ ദൈവകൃപ മുഴുവനും ചോർത്തിക്കളഞ്ഞ ഒരുത്തൻ അവിടെ നിപ്പുണ്ട്. ഇസ്രായേലിൽ രാജാവായിട്ട്, പേര് ആഹാബ്. ഏതാ ബന്ധം? ഈ ദൈവകൃപ നിറഞ്ഞ ഈ മനുഷ്യൻ പോയി ഒരു സാത്താന്റെ രാജ്യത്ത് പോയി ഒരു സാത്താൻ ബാധിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നു. പേര് ഇസബേൽ. ഇവൻ അവളെ വിശ്വാസത്തിലോട്ട് നടത്തി എന്നല്ല വചനം പറയുന്നത്. ഇസബേൽ അവളുടെ സകല വേലത്തരങ്ങൾ ഇവനെ പഠിപ്പിച്ചിട്ട് ഇവന്റെ മേലുള്ള ദൈവകൃപ നശിപ്പിച്ചു കളഞ്ഞു. കേൾക്കുന്നില്ല ചിലര്? നിങ്ങൾ ആരെങ്കിലും ആരാധന കഴിയുമ്പോൾ വരുമ്പം എന്റെ നോട്ട് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത കാര്യങ്ങൾ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഇന്ന് ഞാൻ ശുശ്രൂഷിച്ച 90% കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടില്ല. ഇത് കർത്താവിനോട് ഇപ്പൊ ഇടപെടുന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. സ്വോത്രം പറയുന്നില്ല ചിലര്, സ്വോത്രം പറയുന്നില്ല. ഏലി അവന്ന് എന്നെ മനസ്സിൽ കൂടെ പോലും വന്നില്ലായിരുന്നു ഈ ദൂത് പറയുമ്പോൾ. കർത്താവ് എന്നോട് ഇടപെടുന്നുകൊണ്ട് പറയുക, ഈ ആഹാബ് ഇപ്പം ഒരു റോങ് അസോസിയേഷനിൽ, തെറ്റായ ഒരു കണക്ഷനിൽ പോയി ചാടിയത് കൊണ്ട് അവിടുത്തെ സകല മ്ലേച്ഛ ആരാധനകളും ഇവിടെ വന്ന് പരിപാടി തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ ബന്ധത്തിൽ കൂടെ ദൈവകൃപ നിറഞ്ഞ് ദൈവത്തിന്റെ ജനത്തെ ഭരിക്കേണ്ട ആഹാബ് തെറ്റായ ഒരു ബന്ധത്തിൽ കൂടെ ഓടിവാ. മോൻ പേടിക്കൊന്നും വേണ്ട, മാൻ നല്ല കൃപയുള്ള ആളാ കേട്ടോ. തെറ്റായ ഒരു ബന്ധത്തിൽ പോയി ചാടിയപ്പോ ഒരു വലിയ ഭൂതത്തെ കൂട്ടിക്കൊണ്ട് ഇവിടെ പോന്നു. എല്ലാ ചെറുപ്പക്കാരും കേട്ടോണം. പണം നോക്കി കല്യാണം കഴിക്കാൻ പോയാ നിനക്ക് കിട്ടുന്ന ലോട്ടറി അടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഭൂതത്തെയും കിട്ടും, 10 ലക്ഷം രൂപയും കിട്ടും. സ്വോത്രം പറയുന്നില്ല. അതേസമയം പ്രാർത്ഥിച്ച് ദൈവകൃപ നിറഞ്ഞ ഒരു കൊച്ചിനെ ഒരു പാവപ്പെട്ട വീട്ടിൽ പോയി കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതകാലം മൊത്തം അവൾ നിനക്കൊരു അനുഗ്രഹവും സഹായമായിരിക്കും. 10 ലക്ഷം രൂപ ഒരു ഭൂതവും വേണോ അതോ ദൈവകൃപ നിറഞ്ഞ ഒരെണ്ണത്തിന് വേണോ? ദൈവത്തിന് മഹാകൃപയിൽ എനിക്ക് അങ്ങനെ പറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു. രൂപ ഒന്നും കിട്ടിയില്ല, കർത്താവിന് കൃപയുള്ള ഒരെണ്ണത്തിന് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് കരമടിച്ച് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എന്റെ പെൺപിള്ളേരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ പറഞ്ഞത്. മൂത്തേന്റെ കാര്യം അങ്ങനെ പറഞ്ഞു. 10 പൈസ തരത്തില്ല, എന്റെ കാശില്ല തരാൻ. പഠിപ്പിച്ച ഒരു പെങ്കൊച്ചിനെ തരാം, വേണം കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം നല്ല അന്തസ്സായിട്ട് നല്ല നിലയിൽ അവളെ അനുഗ്രഹിച്ച് ആ കുടുംബത്തിന് അവൾ അനുഗ്രഹമായിരിക്കുന്നു. അടുത്ത 2 എണ്ണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കാശൊക്കെ കിട്ടിയാൽ നിങ്ങൾ മേടിച്ചു, എനിക്ക് അതിനകത്തൊന്നും ബുദ്ധിമുട്ടില്ല. അഭിഷേകിന് ചിരി വരുന്നുണ്ട്. അഭിഷേക് വിചാരിക്കുക 10 പൈസ മേടിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോൾ പാസ്റ്റങ്ങൾ വന്ന് ഈ പ്രാർത്ഥനയ്ക്ക് കൂടെ വന്ന് ഇത് കേൾക്കുന്നതെന്ന്. ഹല്ലേലൂയ. പേടിക്കണ്ട, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ആരെല്ലാം തന്നെ നിങ്ങൾ മേടിച്ചു, എനിക്ക് അതിനകത്തൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ആത്മീയ ബന്ധങ്ങൾ അല്ലാതുള്ള ബന്ധങ്ങളിൽ നീ അകപ്പെട്ടാൽ നിന്റെ കൃപ പോകുമെന്ന് മാത്രമല്ല, ഇവളിൽ നിന്ന് നിന്നിലോട്ട് വ്യാപരിക്കുന്ന ദുരാത്മാവ്
നിന്റെ രാജ്യത്തെ കുട്ടിച്ചോറാക്കും. മനസ്സിലാവുന്നില്ല? പിശാചിന്റെ വലിയൊരു പദ്ധതി നടന്നു കേട്ടോ സാമുൽ സാറേ. എന്താ പദ്ധതി എന്നറിയോ? ഇവിടെ ദൈവകൃപ നിറഞ്ഞ് അന്യാരാധനകളെ ഒന്നും സേവിക്കാതെ ദൈവത്തെ മാത്രം, ഏക സത്യ ദൈവത്തെ വിളിച്ചോണ്ടിരുന്ന ഈ കൂട്ടത്തിന്റെ ലീഡറിനെ അവിടെ കൊണ്ട് ദൈവഹിതമല്ലാത്തൊരു ബന്ധത്തിൽ കൊണ്ട് ചാടിച്ചിട്ട് അവിടെ എല്ലാ ദുരാത്മാക്കളും കൂടെ ഇങ്ങോട്ടിങ്ങി പോന്നു. ഇപ്പം ഇവിടെ ആരാധനയില്ല, സ്തുതിയില്ല, ദൈവമഹത്വം ഇല്ല, ഒന്നുമില്ല. ദൈവം പറഞ്ഞ പോലെ ദൈവം ദേശത്തെ ക്ഷാമം വരുത്തി. സ്തോത്രം പറയുന്നില്ല. ഇപ്പൊ ആകെ പെട്ടുകിടക്കുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് സോർ സീദോനിൽ നിന്ന് ദുരാത്മ ശക്തികളുടെ ഒരു ബ്രാഞ്ച് ഓഫീസ് ഇപ്പൊ കൊണ്ടിട്ടിരിക്കുക. എവിടെ പറഞ്ഞു? സാത്താൻ അങ്ങ് സന്തോഷം. ഇസ്രായേലിൽ നമുക്കൊരു ഓഫീസ് ഇല്ലായിരുന്നു, ഏതായാലും നമ്മുടെ ചേച്ചി കൂടെ നമുക്കത് സാധിച്ചു. സ്വത്രം പറയുന്നില്ല. നമ്മുടെ ചേച്ചി ന്യൂട്രിൽ നിന്ന് ആഹാബിനെ അടിച്ചു മാറ്റിക്കൊണ്ട് നമുക്കിപ്പോ ഇസ്രായേലിൽ നമുക്കൊരു ഓഫീസ് തുടങ്ങാൻ പറ്റി. പക്ഷേ ആ ഓഫീസ് കൊണ്ട് ദൈവം കാര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. എന്തോ സംഭവിച്ചെന്നറിയാം? ഒരു മണ്ഡലം അവന്റെ രാജ്യത്തെ വിസ്തൃതപ്പെടുത്താൻ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ഒരു ബ്രാഞ്ച് ഓഫീസ് ഇസ്രായേലിൽ ആരംഭിച്ചപ്പോ അഭിഷക്തനായ ഒരുത്തനെ സീദോന്റെ സമീപത്തുള്ള സാരേഫാത്തിലേക്ക് ദൈവം അയക്കുക. എന്തിന്? ഒരു ഹെഡ് ക്വാർട്ടർ ഇടാൻ വേണ്ടി. ഇന്ന് പകലും യേശുവിന്റെ നാമത്തിൽ ഞാൻ ചിലരോട് പ്രവചിക്കുന്നു, അന്ധകാരങ്ങൾ കുടികൊള്ളുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾക്കകത്ത് ആത്മാവിന്റെ ബലമുള്ള ചിലതിനെ ദൈവം നിർത്താൻ പോകുകയാണ്. വിശുദ്ധിയിൽ ജീവിക്കുന്ന, ദൈവകൃപയിൽ ജീവിക്കുന്ന, അഭിഷേകത്തിന് വില കൊടുക്കുന്ന, എനിക്ക് ജീവൻ മതി, എനിക്ക് കൃപ മതി, എനിക്ക് യേശു മതി, എനിക്ക് പരിശുദ്ധാത്മാവ് മതി എന്ന് പറയുന്ന ചിലതിന് ദൈവാത്മാവ് ചില ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യുന്ന നാളുകൾ. ഹല്ലേലൂയ. വല്ലതും പിടികിട്ടിയോ? അല്ലാതെ ഏലിയാവ് സാരേഫാത്തിൽ പോയി വിധവയുടെ വീട്ടിൽ താമസിച്ച് കഞ്ഞിയും കുടിച്ചുകൊണ്ടിരുന്നെന്നല്ല അതിനർത്ഥം. സാരേഫാത്ത് ഉൾപ്പെടുന്നത് ഈ പറഞ്ഞ ദേശമാണ്. സോർ, സീദോൻ, സാരേഫാത്ത് ഇതെല്ലാം ഇസബേലിന്റെ രാജ്യമാണ്, നാടാണ്. അതിനകത്ത് വിശുദ്ധി കാത്തു സൂക്ഷിച്ചോണ്ട് ഒരു ദൈവദാസൻ പോയിരുന്ന് പ്രാർത്ഥിക്കുക. എന്തിന്? ഈ പൈശാചിക മണ്ഡലങ്ങളെ പൊളിക്കാൻ വേണ്ടി. ഓ കൃപ, കൃപ, കൃപ. ഇന്ന് പകൽ ഞാൻ ജനത്തോട് ആവർത്തിച്ചു പറയാ, നീ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത് നിന്നിൽ വെളിപ്പെടേണ്ടത് ഒരു വിശുദ്ധിയുടെ മണ്ഡലമാണ്. ഒരു വിശുദ്ധിയുടെ മണ്ഡലമാണ്. പാപം ചെയ്യാത്ത ഒരു ജീവിതം. ആമേൻ. ദൈവഹിതമല്ലാത്ത നോക്കാത്ത രണ്ട് കണ്ണ്, ദൈവത്തിന് ഹിതമല്ലാത്ത ചിന്തിക്കാത്തൊരു മനസ്സ്, അത് നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാ, നീ ആത്മാവിന്റെ കരുത്തോടെ നിൽക്കും. ചേർന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ കർത്താവിന്റെ ജനം ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു മിനിറ്റ് എഴുന്നേൽക്കാം, കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച്, എല്ലാ ദൈവമക്കള് ആ രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവേ അങ്ങയുടെ വലിയ അഭിഷേകത്തിന് വേണ്ടി ഞാൻ കൊതിച്ചോണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, ദൈവകൃപ കാത്തു സൂക്ഷിക്കാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ കർത്താവേ അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ എന്നിൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ അഗ്നി കത്തുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ അശുദ്ധികളെയും കർത്താവെ കരിച്ചു കളയണമേ. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. നിനക്ക് ഹിതമുള്ളതെല്ലാം നീ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അഭിഷേകം കൂടെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല കേട്ടോ. ഇല്ല, നടക്കുകയില്ല. കർത്താവിന്റെ വചനം പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നതിനാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. വിശുദ്ധിയില്ലാത്ത അതരങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും അന്യഭാഷ വരുന്നുണ്ടെങ്കിൽ ഞാൻ കട്ടായം പറയാതെ ദൈവത്തിൽ നല്ലത് ഉറപ്പിച്ച് ഞാൻ പറയാം, ദാറ്റ്സ് നോട്ട് ഫ്രം ഗോഡ്. ആദ്യം ദൈവത്തിന് നമ്മുടെ ജീവിതം വേണം.
അത് കഴിഞ്ഞവൻ നമ്മളെ ഉപയോഗിക്കും. ഒന്ന് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും 1 മിനിറ്റ് കർത്താവിനോട് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, കൂടുതൽ പൈശാചിക മണ്ഡലങ്ങളുമായി ആഞ്ഞടിക്കാൻ ഒരു വിശാലതയിലേക്ക് നീ എന്നെ നടത്തുമ്പോൾ, ഏതെങ്കിലും ഈ സഭയിലെ വ്യാപാരങ്ങൾ എന്നിലോ എൻ്റെ കുടുംബത്തിലോ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവേ അത് പറിച്ചു കളയണമെന്ന് പ്രാർത്ഥിച്ചേ. ഓ ജീസസ്, നിന്നെ കൊണ്ട് കർമ്മേലിൽ ദൈവത്തിന് തീയിറക്കണമെങ്കിൽ വിധവയുടെ വീട്ടിൽ നീ വിശുദ്ധനായി നിൽക്കുമ്പോഴേ പറ്റത്തുള്ളത്. ആരോരുമില്ലാത്തടത്ത് വിധവയുടെ വീട്ടിൽ, ഭർത്താവില്ലാത്തൊരു സ്ത്രീയുടെ വീട്ടിൽ